വളരെയധികം ഗുരുതരമായൊരു ഭീഷണി അത് പാകിസ്ഥാനിൽ നിന്നും ഉയരുകയാണ്. ആരോഗ്യ മേഖലയിൽ ലോകം മുഴുവൻ വ്യാപിക്കുന്ന രീതിയിലേക്കൊരു മഹാമാരി വീണ്ടും പകർന്നുകൊണ്ടിരിക്കുന്നു. അതാകട്ടെ പരമ്പരാഗത രോഗങ്ങളിൽ ചിലത് ഡോക്ടർക്ക് തടയാൻ കഴിയാത്ത വിധത്തിൽ ലോകത്തെമ്പാടും വ്യാപിക്കുമെന്നാണ് പുതിയ പഠന റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ ഒരു വലിയ ഭീഷണിയാണ് പാകിസ്ഥാനിൽ നിന്നും ലോകരാജ്യങ്ങൾക്കുണ്ടാകുന്നത്. ഇംഗ്ലണ്ട്, വെയിൽസ്, ദക്ഷിണ അയർലൻഡ് എന്നിവിടങ്ങളിൽ ടൈഫോയിഡ്, പാരാടൈഫോയിഡ് കേസുകൾ കൂടുതൽ വർദ്ധിക്കുന്നു. അതിലുള്ള ആശങ്കയാണ് UK ആരോഗ്യ സുരക്ഷാ ഏജൻസിയുടെ പുതിയ പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ആ പഠനം കൂടുതൽ സമഗ്രമായി പരിശോധിക്കുമ്പോഴാണ് ഏറ്റവും ഒടുവിൽ എത്തിച്ചേർന്ന് നിൽക്കുന്നത് പാകിസ്ഥാനിലേക്ക്. കഴിഞ്ഞ വർഷമാകട്ടെ 700-ലധികം കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കൃത്യമായി പറഞ്ഞാൽ 702 കേസുകൾ. 2024 എന്ന് പറയുന്നത് 2023 സംബന്ധിച്ച് 8% വർധനവാണ് ഒരൊറ്റ വർഷം കൊണ്ട് രേഖപ്പെടുത്തിയത്. ഏറ്റവും ഉയർന്ന വാർഷിക റെക്കോർഡും ഇതുതന്നെയായിരുന്നു. സാൽമോണല്ല ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളാണ് ടൈഫോയിഡും പാരാടൈഫോയിഡും. വളരെയധികം വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങൾ, വൃത്തിഹീനമായ വെള്ളം, ആഹാരം, ഇതിലൂടെ ഒക്കെ തന്നെയാണ് ഇത് പകരുന്നതും ഇതിൻ്റെ പ്രചരണം നടക്കുന്നതും. വൃത്തി, ശുചിത്വം ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല ഇതിനെ പ്രതിരോധിക്കാൻ. അതിലേറെ പിന്നിലോട്ട് നിൽക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് ഇതൊരു വില്ലനായി തന്നെയാണ് മാറുന്നത്. ഈ ടൈഫോയിഡ് എന്ന് പറയുമ്പോൾ മരുന്നുകളെ തന്നെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള, തടയാൻ ശേഷിയുള്ള, അതിനെ മറികടക്കാൻ കഴിയുന്ന വകഭേദമാണ് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ പകരുന്നത്. അതുതന്നെയാണ് ഏറ്റവും അധികം ആശങ്ക ഉയർത്തുന്നതും UK പഠന റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. പ്രതിവർഷം ലോകത്താകമാനം 13 ദശലക്ഷം ടൈഫോയിഡ്, പാരാടൈഫോയിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. 1,33,000-ലധികം മരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത്. ഇതൊരു ചെറിയ വിഷയമായി നോക്കിക്കാണേണ്ടതല്ല, ഏറെ ഗുരുതരമായ ഒരു സംഭവമാണ്. ദേശീയ മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ചാണ് ഇതൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ഏറ്റവും അധികം ഇത് ബാധിക്കുന്നത് സ്കൂൾ കുട്ടികളെയാണ്. കൂടുതൽ വഷളായി മുന്നോട്ട് പോകുന്നത് കുട്ടികളിൽ തന്നെയാണ്. അതും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കുട്ടികൾ. പല വികസിത രാജ്യങ്ങളും ഈ ഉയർന്നു വരുന്ന ആശങ്ക അവഗണിച്ചുകൊണ്ടിരിക്കുന്നു. അത് വലിയ ഭവിഷ്യത്ത് തന്നെയായിരിക്കും വിളിച്ചു വരുത്തുക. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് ഈ കണക്കുകൾ ഉയർത്തുന്ന ഭീഷണി ഒട്ടും തന്നെ ചെറുതല്ല. ഒരു കോവിഡ് മഹാമാരി വന്നു പോയപ്പോൾ കൃത്യമായി മനസ്സിലാക്കിയതാണ്, ഒരു വുഹാനിലെ ലാബിലുണ്ടായ ഒരു വൈറസ് അത് ലോകത്തെ ആകമാനം വീട്ടിനുള്ളിൽ അടച്ചത്, പൂട്ടിട്ട് നിർത്തിയത്, ലക്ഷക്കണക്കിന് ജീവനെടുത്തത് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് മുന്നിൽ ഒരു ഉദാഹരണം തന്നെയാണ്. സാൽമോണല്ല ബാക്ടീരിയകൾക്ക് മരുന്നുകളെ പ്രതിരോധിക്കാനുള്ള ശേഷി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന അപായ മുന്നറിയിപ്പാണ് ഈ പഠനങ്ങളിൽ എടുത്തു പറയുന്നത്. അതുതന്നെയാണ് അപകടകരമായി നോക്കിക്കാണേണ്ടത്. ഇപ്പോഴുള്ള മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ചികിത്സിക്കാൻ കഴിയുന്നവയെ പ്രതിരോധശേഷി കൂടിയ സാൽമോണല്ല വകഭേദങ്ങൾ വേഗത്തിൽ തന്നെ മാറ്റിസ്ഥാപിക്കുന്നു. ഇതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇപ്പോഴുള്ള ടൈഫോയിഡിനുള്ള ഫലപ്രദമായ ഏക ചികിത്സ എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുക എന്നുള്ളതാണ്. ഈ ആൻറ്റിബയോട്ടിക്കിനെയും മറികടക്കാൻ ഇവർക്ക് സാധിക്കുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി സാധാരണയായി ഉപയോഗിക്കുന്ന ഓറൽ ആൻറ്റിബയോട്ടിക്കുകളോടുള്ള സാൽമോണല്ലയുടെ പ്രതിരോധ ശേഷി അങ്ങനെ വർദ്ധിച്ചിരിക്കുന്നു. ഇന്നുള്ള മരുന്നുകൾ അതിന് പര്യാപ്തമല്ലാതെ വരുന്നു, അത് വ്യാപിക്കുന്നു. ഇതാണ് ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന വിഷയം. അതുകൊണ്ട് തന്നെ ഇതിലൊരു പുനർവിചിന്തനം നടത്തണമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.